സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവർക്ക് ഉറങ്ങാനുള്ള അവകാശം നിഷേധിക്കരുത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ബോംബെ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണെന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി. രാത്രിയിൽ മൊഴി രേഖപ്പെടുത്തണമെന്നോ പകലോ പുലർച്ചെയോ മാത്രമേ മൊഴികൾ രേഖപ്പെടുത്താവൂ എന്നും ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് 64-കാരനായ റാം ഇസ്രായി എന്ന മുതിർന്ന പൗരൻ നൽകിയ ഹർജിയിലാണ് ബോംബെ ഹൈക്കോടതിയുടെ സുപ്രധാന ഇടപെടൽ. ചോദ്യം ചെയ്യാൻ വിളിക്കുന്നവർ സമ്മതിച്ചാൽ പോലും രാത്രി ഉറക്കം നിഷേധിച്ചുകൊണ്ടുള്ള മൊഴിയെടുക്കൽ അപലപനീയമാണെന്നും ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അതില്ലാതാകുന്നത് ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സമൻസ് പുറപ്പെടുവിക്കുമ്പോൾ മൊഴി രേഖപ്പെടുത്തേണ്ട സമയം സംബന്ധിച്ച് സർക്കുലർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ ഇഡിയോട് നിർദ്ദേശിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2023 ഓഗസ്റ്റിലാണ് ഇഡി ഇസ്രാനിയെ അറസ്റ്റ് ചെയ്തത്. ഇഡിയുടെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചുവെന്ന് ഇസ്രാനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 2023 ഓഗസ്റ്റ് 7 നൽകിയ സമൻസ് പ്രകാരം ഏജൻസിക്ക് മുമ്പാകെ ഹാജരായിരുന്നു. പുലർച്ചെ 3:30 മണി വരെ ഇഡി ചോദ്യം ചെയ്തു. പിറ്റേന്ന് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് വിധിക്കണമെന്നതായിരുന്നു റാം ഇസ്രാനിയുടെ വാദം. അതേസമയം രാത്രിയിൽ മൊഴി രേഖപ്പെടുത്താൻ ഇസ്രാനി സമ്മതം നൽകിയിരുന്നതായി അന്വേഷണ ഏജൻസിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സ്വമേധയാണെങ്കിലും അല്ലെങ്കിലും പുലർച്ചെ 3:30 വരെ ഹർജിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ രീതി അപലപനീയമാണെന്ന് കോടതി വ്യക്തമാക്കി.